അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷേഖ് ജീലാനി അത്ഭുതങ്ങൾ 18. മാനസിക ചോർച്ച. അബു ഹഫ്സ് ഉമർ ബിൻ മുഹമ്മദ് വലിയ ഗവേഷണ ത്വരയുള്ള ആളായിരുന്നു. പഠനത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം വിവിധ തരം വിശ്വാസ ശാസ്ത്രങ്ങളാണ്. വിഷയം നന്നു, പക്ഷേ വഴി തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഇത് തിരിച്ചറിഞ്ഞ ഉമറിന്റെ പിതൃവ്യൻ ഈ ശാഖയിലെ ജ്ഞാന സാപര്യ വെടിയാൻ നിർബന്ധിച്ചു. പക്ഷേ ചെറുപ്പമായ ഉമർ പിതൃവ്യനെ അനുസരിച്ചില്ല. അതിനിടെ പിതൃവ്യൻ ഉമറിനെ കൂട്ടി ഷേഖ് ജീലാനിക്കരികിലെത്തി. ഷേഖ് അവരെ സ്വീകരിച്ചിരുത്തി. ഖുർആൻ നിർദ്ദേശിച്ചതിനു അനുസരിച്ചുള്ള കാണിക്ക സ്വതക്ക അവർ ഗുരുവിന് നൽകി. ഗുരുവെ, ഇവൻ എൻ്റെ സഹോദരപുത്രനാണ്. വിശ്വാസ വിജ്ഞാനത്തിലാണ് ഏറെയും ശ്രദ്ധ. ഞാനത് വിലക്കി, പക്ഷെ ഇവൻ അനുസരിക്കുന്നില്ല, പിതൃവ്യൻ പറഞ്ഞു. ഉമർ, നീ ഏതെല്ലാം ഗ്രന്ഥങ്ങളാണ് ആ വിഷയമായി പഠിച്ചത്? ഷേഖ് ചോദിച്ചു. അദ്ദേഹം ഗ്രന്ഥങ്ങൾ പേരെടുത്ത് വിശദീകരിച്ചു. ഉടൻ ഷേഖ് തൻ്റെ തൃക്കരം ഉമറിന്റെ നെഞ്ചിലൂടെ നടത്തി. അത്ഭുതം! അക്ഷരം പ്രതി താൻ മനഃപ്പാടം വെച്ചിരുന്ന ഗ്രന്ഥജ്ഞാനങ്ങൾ ഒന്നൊഴിയാതെ മറന്നുപോയി. പൊടുന്നനെ ഒരു മാനസിക ചോർച്ച. പകരം ഹൃദയത്തിൽ അധ്യാത്മജ്ഞാനം വന്നു നിറഞ്ഞു. ഉമർ ആ സദസ്സ് വിടുന്നത് തത്വജ്ഞാനങ്ങൾ പൊഴിയുന്ന നാവുമായിട്ടായി. പോകാൻ നേരത്ത് ഷേഖ് പറഞ്ഞു, ഉമർ, താങ്കൾ ഇറാഖിൽ പ്രസിദ്ധി പെറ്റവരിൽ അവസാനത്തവനായിരിക്കും.